ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോയി എന്ന് ഉൾക്കൊള്ളാൻ കഴിയാതെ നിങ്ങളുടെ തലച്ചോറ് ഒരേ ലൂപ്പിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയാണ്. ഇതിന് പിന്നിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. നിങ്ങളുടെ നെർവസ് സിസ്റ്റം ഇപ്പൊ എപ്പോഴും വിജിലന്റ് ആയ ഒരു അവസ്ഥയിലാണ്. ഹൈപ്പർ വിജിലൻസ് എന്ന് പറയാം. നിങ്ങൾ എപ്പോഴും അവരുടെ അടയാളങ്ങൾക്കായി തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ ഓൺലൈനിൽ വരുന്നുണ്ടോ എന്ന് നോക്കുന്നു, അവരുടെ ഒരു മെസ്സേജിനായി കാത്തിരിക്കുന്നു. ആ വ്യക്തി കൂടെ ഇല്ലാത്ത അവസ്ഥയെ ഒരു വലിയ വലിയ ത്രെട്ടായിട്ടാണ് നിങ്ങളുടെ നെർവസ് സിസ്റ്റം കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ശരീരം ഇപ്പോൾ ഒരു സർവൈവൽ മോഡിലാണ്. ഇതാണ് നിങ്ങളെ ഈ ട്രാപ്പിൽ നിന്ന് പുറത്തു കിടക്കാൻ സമ്മതിക്കാത്തത്. അവരെ കാത്ത് നിങ്ങളുടെ ശരീരം എപ്പോഴും അസ്വസ്ഥമായിരിക്കും. ഓരോ തവണ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോഴും അല്ലെങ്കിൽ അവരുടെ പേര് കാണുമ്പോഴും നിങ്ങളുടെ നെർവസ് സിസ്റ്റം പെട്ടെന്ന് ഉണരും. വീണ്ടും ഒരു ഡോപമൈൻ ഹിറ്റ് കൂടി കിട്ടും. അങ്ങനെ ആ ലൂപ്പ് വീണ്ടും വീണ്ടും തുടരും. ഇത് ടെലിപ്പതി മാജിക് ഒന്നുമല്ല. നിങ്ങൾ ആകെ ട്രോമറ്റൈസ്ഡ് ആയിരിക്കുകയാണ്. നിങ്ങളിൽ നിന്നുണ്ടായ ആ വേർപിരിയലിനെ നിങ്ങളുടെ തലച്ചോറ് എന്തോ ജീവനാപത്തായ ഒരു ഭീഷണിയായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാത്ത ഒരാളിലേക്ക് നിങ്ങളുടെ തലച്ചോറ് നിങ്ങളെപ്പോഴും ന്യൂറോളജിക്കലി കെട്ടിയിട്ടിരിക്കുകയാണ്.